മേരി ടീച്ചർ, ഇപ്പോ എന്താണ് സെക്യൂരിറ്റി ആക്ടിനെ പറ്റിയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. ആദികേശവൻ ഒരു ചെറിയ അതൊരു മിസ്റ്റേക്ക് അല്ല. ആ ആക്ട് പറയുന്നത് എന്താണെന്നറിയുമോ? ആ ആക്ട് എങ്ങനെ കേരളത്തിൽ നടപ്പാക്കാം എന്ന് അന്ന് പഠിക്കുന്ന കമ്മിറ്റിയിൽ ഞാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പഠിച്ചതാണ്. അതായത് 68% ജനങ്ങൾക്ക്, താഴെ തട്ടിലുള്ള 68% ജനങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഫ്രീ ആയിട്ട് പയറുവർഗ്ഗങ്ങൾ, ഭക്ഷ്യധാന്യങ്ങൾ, അതോടൊപ്പം എഡിബിൾ ഓയിൽ, പഞ്ചസാര, ഇത്രയും ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളതാണ് ഭക്ഷ്യസുരക്ഷാ ആക്ടിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ആദികേശവൻ പറഞ്ഞതുപോലെ ഇത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയത് എന്ന് മുതലാണ്? കോവിഡ് കൊണ്ട് ഇന്ത്യ ആകപ്പാടെ അടച്ചിടപ്പെട്ട കാലഘട്ടം മുതലാണ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങിയത്. അത് നിയമത്തിൽ തന്നെ, അതിന്റെ നിയമത്തിൽ തന്നെ അങ്ങനെ ഉണ്ട്. അങ്ങനെ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ പിന്നെ വേണമെങ്കിൽ കോവിഡ് ഒക്കെ കെട്ടടങ്ങി കഴിഞ്ഞപ്പോൾ ഗവൺമെന്റിന് അതിൽ നിന്ന് പിൻവലിയാമായിരുന്നു. പക്ഷെ പിൻവലിഞ്ഞില്ല എന്നുള്ളത് അത്ര ശുദ്ധമായ ലക്ഷ്യങ്ങളോടെ ആണോ എന്നും സംശയമുണ്ട്. കാരണം അപ്പോഴേക്കും പല ഘട്ടങ്ങളായിട്ട് ഇലക്ഷൻ വന്നിരുന്നു. സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ വരിക, അതുപോലെ ലോകസഭ ഇലക്ഷൻ വരിക. അപ്പോഴൊക്കെ അത് നിർത്തലാക്കാൻ എടുത്ത തീരുമാനം തന്നെ വീണ്ടും ഉപേക്ഷിച്ച് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത്രയേ ഉള്ളൂ. പക്ഷെ ആദികേശവൻ പറഞ്ഞ മറ്റ് പോയിന്റ്സ് ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പൂർണ്ണമായിട്ടും ശരിയാണ്. അതുപോലെ എനിക്ക് രഞ്ജിത്ത് കാർത്തികേയൻ പറഞ്ഞ അസമത്വം, ജോസഫാസിന് ഇപ്പൊ അവിടെ ഇല്ല. പക്ഷെ ഈ തോമസ് പിക്കറ്റിയെ അങ്ങനെ അങ്ങ് വലിച്ചു കീറി കൊല്ലാവുന്ന ഒരാളല്ല. നോബൽ പ്രൈസ് പോലും വേണ്ടെന്ന് വെച്ച മഹാരഥനാണ് തോമസ് പിക്കറ്റി. തോമസ് പിക്കറ്റി ഇന്ത്യയുടെ, അതായത് എന്താ പറയാ, 1947 നമ്മൾ സ്വതന്ത്രമാകുന്നതിന് മുൻപ് മുതൽ ഇന്ത്യയെ പറ്റി പഠിച്ച ആളാണ്. മുൻപ് മുതൽ എന്ന് വെച്ചാൽ പഠിച്ചത് അടുത്ത കാലത്താണ്. പക്ഷെ അതിനു മുമ്പ് 1922 മുതലുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന്റെ നിരവധി ആർട്ടിക്കിൾസ് വർഷങ്ങളോളമായി അദ്ദേഹം പഠിക്കുകയും എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ വീക്കിലിയിൽ അത് പ്രസിദ്ധീകരിച്ച് വരികയും ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന് കള്ളക്കണക്കുകാരനായിട്ട് കാണരുത്. അത് തന്നെയല്ല, അന്താരാഷ്ട്ര രംഗത്ത് അംഗീകരിക്കപ്പെട്ട ഇതുപോലെയുള്ള ഗവേഷണ സ്ഥാപനങ്ങളെ നമ്മൾ ഇടിച്ചു കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു കാര്യം മാത്രം നമ്മൾ അംഗീകരിച്ചാൽ മതി: അസമത്വം ഇന്ത്യയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് അതായത് നമ്മുടെ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു. അതിന്റെ എസൻസ് അനന്ത നാഗേശ്വരൻ പറയുന്ന കൂട്ടത്തിലും അസമത്വം വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യയിൽ. ആ അസമത്വം നമുക്ക് നേരെ ആക്കണം. അതിനുവേണ്ടി കോർപ്പറേറ്റുകൾ അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ചെലവഴിക്കട്ടെ എന്നുകൂടി അനന്ത നാഗേശ്വരൻ പറയുന്നുണ്ട്. അപ്പം അനന്ത നാഗേശ്വരനും അത് അംഗീകരിക്കുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പോൾ തോമസ് പിക്കറ്റിയെ നമുക്ക് വെറുതെ അങ്ങ് കളയരുത്. തോമസ് പിക്കറ്റി പറഞ്ഞതിലുള്ള വാസ്തവം നാം മനസ്സിലാക്കണം. ഇന്ത്യയിൽ ഇൻഇക്വാളിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. കാരണം അതിന് വേറെ ആരും നമുക്ക് കൂട്ടു നിൽക്കണ്ട. നമുക്ക് തന്നെ അറിയാം. ILO പറഞ്ഞത് എന്താണ്? 82.9% അൺഎംപ്ലോയ്മെന്റ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനും CMIയും ഒക്കെ അതിനേക്കാൾ വളരെ താഴ്ന്ന. അപ്പൊ പക്ഷെ അവരുടെ യാർഡ് സ്റ്റിക്സ് ഡിഫറൻ്റ് ആണ്. അതുകൊണ്ടാണ് മാറുന്നത്. മറ്റേ ILO +2 ആൻഡ് എബവ് പഠിച്ചവരുടെ കൂട്ടത്തിലാണ് 82.9% തൊഴിലില്ലായ്മ എന്ന് പറയും. അങ്ങനെ തൊഴിലില്ലാത്ത ഒരു സമൂഹത്തിൽ നമുക്കറിയാം, കേരളം ഒഴിച്ച് മറ്റേതൊരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്ത് നമ്മൾ ചെന്നാലും ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസിന് ചേരുന്ന പ്രതിഫലം കിട്ടാറില്ല. അതായത് 330 രൂപ MGNREGPക്ക് കൊടുക്കുന്ന ആ വേതനം പോലും സാധാരണ ഒരു തൊഴിലാളിക്ക് വടക്കേ ഇന്ത്യയിൽ കിട്ടാറില്ലെന്ന് ഓർക്കണം. വടക്കേ ഇന്ത്യയിലെ കൂലി നിരക്ക് സ്വമേധയാ നാച്ചുറലായിട്ട് തന്നെ വർദ്ധിച്ചു വന്നുകൊള്ളും എന്ന ധാരണയോടെയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് ആദ്യം 182 രൂപ ഫിക്സ് ചെയ്തു. പിന്നെ അത് 330 ആക്കി. അതിപ്പോ 400 ആക്കണമെന്ന് നമ്മളൊക്കെ ആവശ്യപ്പെട്ടിരുന്നു. കാർത്തികേയനോട് പരിഭവിക്കുകയല്ല, പക്ഷെ നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ തീർച്ചയായിട്ടും ഒരു അന്താരാഷ്ട്ര ഇപ്പൊ തോമസ് പിക്കറ്റിക്ക് ഇന്ത്യയെ ഇടിച്ചു താഴ്ത്തി കാണിച്ചിട്ട് എന്ത് നേടാനാണ്? അത് ഒന്നുമില്ല. അതായത് നോബൽ പ്രൈസ് വേണ്ടെന്ന് പറയുന്ന ഒരു കക്ഷികളുണ്ട്, നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യങ്ങളെ കാണുന്ന ഒരാളല്ല തോമസ് പിക്കറ്റി. അപ്പൊ ഞാൻ ഒറ്റ മിനിറ്റ് ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. തോമസ് പിക്കറ്റിയുടെ
രൂപയായിട്ട് വർദ്ധിപ്പിക്കണമെന്ന്. അത് അവർക്ക് തീർച്ചയായിട്ടും ചെയ്യാമായിരുന്നു. കാരണം സാധാരണക്കാരന്റെ അസമത്വം ഉണ്ട് എന്ന് അംഗീകരിക്കുന്നു. ആ അസമത്വത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ടൊരു ഒരു നടപടി എടുക്കുമ്പോൾ അതിൽ വൈമുഖ്യം കാണിക്കുന്നു. അവിടെയാണ് നമ്മൾ വിമർശിക്കേണ്ടത്. അപ്പോൾ 400 രൂപയിലേക്ക് വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ രണ്ടുണ്ട് അതിന് ഗുണം. ഒന്ന്, തൊഴിലുറപ്പ് പദ്ധതിക്കാരുടെ കൂലി വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൾ ഇന്ത്യ തലത്തില് അതൊരു വേവായി മാറും. അത് എല്ലാവർക്കും 400 രൂപയെങ്കിലും കൂലി കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അസമത്വത്തിന് ഒരു വലിയ പരിഹാരമാകുമായിരുന്നു. അത് ആ തരത്തിൽ വേണം നമ്മൾ അതിനെ നോക്കി കാണാനായിട്ട്. അത്രേ എനിക്ക് അതിൽ പറയാനുള്ളൂ. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ബജറ്റിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ അവയൊക്കെ നടപ്പാക്കണം. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ നരേന്ദ്രമോദി ബജറ്റിനെ പറ്റി ഞാൻ തന്നെ വാനോളം പുകഴ്ത്തി സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടായിരുന്നു? അത് മാത്രമല്ല, ഈ ഓരോ ബജറ്റിനോടൊപ്പം പ്രോഗ്രസ് റിപ്പോർട്ടും സമർപ്പിക്കണം. നമ്മൾ 4R ചേർത്തിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് T ചേർത്ത്, പിന്നെ ടെക്നോളജി, ട്രേഡ്, ട്രെയിനിങ്, ടൂറിസം, ട്രഡീഷൻ, ഈ 5 Tകളിലൂടെ ഞാൻ ഇന്ത്യയെ വികസിപ്പിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ഈസി അല്ല. 10 വർഷം കൊണ്ട് ഒരു രാജ്യത്തെ സമ്പന്നമാക്കി മാറ്റുക എന്നുള്ളതൊന്നും ഈസി അല്ല. അപ്പൊ നമുക്ക് അതൊക്കെ അറിയാമെങ്കിൽ പോലും ഇത്തരം മുദ്രാവാക്യങ്ങൾ, അതിമനോഹരങ്ങളായ മുദ്രാവാക്യം അവ പൂർണ്ണമായിട്ട് നടപ്പിലാക്കാൻ സാധിക്കാതെ വരികയും ചെയ്യാം. ഇപ്പൊ നമ്മൾ ഈ മിനിമം വേതനത്തിന്റെ കാര്യം പറഞ്ഞത് തന്നെ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരാണ് ഈ 400 രൂപയ്ക്കൊക്കെ ജോലിക്ക് പോകുന്നത്. ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരാളെ കൊണ്ട് 400 രൂപ അല്ലെങ്കിൽ 300 രൂപയ്ക്കൊക്കെ കൂലി വേലയ്ക്ക് പോകാൻ സമ്മതിപ്പിക്കും. 1200 രൂപ ഞങ്ങൾ തന്നെ എണ്ണി കൊടുക്കുന്നതാണ്. അതായത് 9 മണിക്ക് ജോലിക്ക് വന്ന് 2 മണിക്ക് കയറുന്ന ഒരു തൂമ്പാ പണിക്കാരന് എണ്ണി കൊടുക്കുന്നത് 1200 രൂപയാ. അവരെന്നിട്ട് പറയുകയും ചെയ്തു, മറ്റുള്ളിടത്തൊക്കെ പിന്നെ 1400 ഉണ്ട്. ഇവിടെ ഞങ്ങൾ സ്ഥിരം വരുന്നവരായതുകൊണ്ട് 1200 മതിയെന്ന് പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് പോയവരാണ് കേരളത്തിലെ കൂലി തൊഴിലാളികൾ. അപ്പോഴാണ് നോർത്ത് ഇന്ത്യയിലെ കോടിക്കണക്കിന് തൊഴിലാളികള് 300 രൂപ പോലും കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്ക് അവരെ പറ്റി ഒരു സഹതാപം തോന്നണ്ടേ? നമ്മൾ ഈ കോർപ്പറേറ്റുകൾക്ക് സിന്ദാബാദ് വിളിച്ചാൽ പോരല്ലോ. ആ അഭിപ്രായത്തിൽ വേണം അത് കാണാൻ എന്നാണ് എന്റെ അഭിപ്രായം. അപ്പൊ ഞാന് തൽക്കാലം എനിക്ക് വേറെ ഒരു എന്താണ് പറയാ ധൃതി ഉള്ളത് കൊണ്ട് വേറൊരു ചാനലിലേക്ക് പോകേണ്ടത് കൊണ്ട് പ്ലീസ് ഞാനും വിടവാങ്ങുന്നു. താങ്ക് യു അനിൽ നമ്പ്യാർ. താങ്ക് യു. എന്തായാലും ടീച്ചർ പോയി കൂടുതൽ അക്രമങ്ങൾ ഉണ്ടാവില്ല. രഞ്ജിത്ത് കാർത്തികേയൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ അസമത്വവുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് താങ്കളുടെ മറുപടി നൽകേണ്ടിയിരിക്കുന്നു.